നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പഴംപൊരിയുടെ റെസിപ്പിയാണ്. പഴംപൊരി എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മീഡിയം ക്രിസ്പി മതിച്ചാൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര മധുരത്തിന്, ഒരു നുള്ള് ഉപ്പ് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ 1/4 ടീസ്പൂൺ വെനില എസൻസ് നല്ലൊരു മണത്തിന് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെനില എസൻസ് ഇല്ല എന്ന് വെച്ചാൽ ഏലക്കായ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, നല്ലൊരു മണം ഉണ്ടാവും. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാൻ. അപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ കട്ടകളൊന്നും ഇല്ലാണ്ട് മാവിനെ കലക്കിയെടുക്കണം. ഇവിടെ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ഞാൻ കലക്കുന്നത്. കട്ടി കൂടുതലും ഉണ്ടാവാൻ പാടില്ല, അതേപോലെ വെള്ളം കൂടുതലാവരുത്. അപ്പോൾ കോട്ടിംഗ് ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്കൊരു മീഡിയം കോട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ മാവ് മീഡിയമായിട്ട് കട്ടിയായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കട്ടകളൊന്നും ഇല്ലാണ്ട് മാവ് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കി നോക്കിയേ. അധികം കട്ടിയും ഇല്ല, അധികം വെള്ളം പോലെ ഇല്ല. അപ്പോഴാണ് നമ്മുടെ പഴത്തിന് മേലെ ഒരു നല്ലൊരു കോട്ടിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ കലക്കി വെച്ച മാവിന് നമുക്കൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പഴത്തിനെ കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ 3 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസാണ് പഴത്തിൻ്റെ. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് പഴം സ്ലൈസ് ചെയ്തെടുക്കുകയാണ്, നടുക്കിൽ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ 2 ഭാഗവും കട്ട് ചെയ്തിട്ട് പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് നമുക്ക് എടുക്കാം. മറ്റേ 2 പഴത്തിൻ്റെ തലപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ തോല് എടുത്ത് മാറ്റാം. അപ്പോൾ പഴം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കാൻ. അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ. നമ്മൾ മീഡിയം സൈസായിട്ടുള്ള പഴത്തിന് ഞാൻ കുറച്ച് കട്ടിയിലാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ പഴം നല്ല കുറച്ച് കട്ടി ഉണ്ടായാലാണ് പഴംപൊരി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മറ്റേ 2 പഴത്തിനും കൂടി ഞാൻ 3ആയിട്ട് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴത്തിന് സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ പൊരിച്ചെടുക്കാം. മാവിന് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ചുടാൻ പോണ സമയത്ത് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ. ഇവിടെ ഞാൻ കടായിൽ മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടായതിൻ്റെ ശേഷം ഒരു നുള്ള് മാവ് ഒഴിച്ചെടുത്ത് നോക്കുക. അതിങ്ങനെ മേലെ പൊന്തി വന്ന് അപ്പോൾ നമുക്ക് പഴംപൊരി ചുട്ടെടുക്കാനായി. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഴത്തിനെ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ മീഡിയം ചൂടാക്കിയതിൻ്റെ ശേഷം പഴം മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ചെറുതാക്കിയിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പോഴാണ് പഴം നന്നായിട്ട് വെന്ത് വരുള്ളൂ. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ചുടുമ്പോൾ പുറത്ത് പെട്ടെന്ന് ചോക്കനും ചെയ്യും, ഉള്ളിൽ പഴം വെന്തിട്ടുണ്ടാവില്ല. പഴം നന്നായിട്ട് വെന്താൽ മാത്രമേ പഴംപൊരി ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഇതിന് കുറച്ച് കനത്തിൽ കട്ട് ചെയ്തിട്ടും ഉണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ച് വേവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പോൾ ഒരു ചെറിയൊരു ചുവപ്പ് നിറം വരുമ്പോൾ നമുക്കതിനെ മറച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ചോക്കന ആക്കി എടുക്കാം. നമ്മൾ ഇതിനെ പ്രത്യേകം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഇടുന്ന സമയത്ത് അത് ഒട്ടിച്ചാൽ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് പതുക്കെ മാറ്റിയാൽ മതി. പഴം എണ്ണയിൽ പഴം ചുട്ടെടുക്കുന്ന സമയത്ത് ചൂടിനെക്കാട്ടിലും മുന്നേ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. പഴം മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറയ്ക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചിട്ട് ചൊക്കനെ ആക്കിയിട്ട് എടുക്കണം. പക്ഷെ എടുക്കണ സമയത്ത് വീണ്ടും ഫ്ലെയിം മീഡിയം ആക്കി ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ പഴംപൊരി എണ്ണ കുടിക്കും. അതേപോലെ ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇട്ടാലും പഴംപൊരി എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് മീഡിയം ചൂടാക്കിയിട്ട് വേണം അതിലേക്ക് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ചുവന്നനെ ഒരു ഭാഗം ചുവന്നനായി വരുമ്പോൾ നമുക്കതിനെ പതുക്കനെ മറച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ചുവന്നനാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ 2 പുറം നന്നായിട്ടൊന്ന് ചുവന്നന വന്നിട്ടുണ്ട്.
ഇതിനെ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ, പഴംപൊരി ചുടണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മാവ് കലക്കിയിട്ട് ചുടരുത്. ഒരു അരമണിക്കൂറെങ്കിലും കലക്കി വെച്ച മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ചുടണ സമയത്ത് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. പിന്നെ പഴം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കാൻ. അപ്പോൾ നല്ല രുചി ഉണ്ടാവും പഴംപൊരിക്ക്. പിന്നെ പഴം കുറച്ച് കനത്തിൽ കട്ട് ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ മാവും കൂടിയും കൂടുതൽ വെള്ളമില്ലാണ്ട് മീഡിയം കട്ടിയിൽ കലക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.